നമ്മൾ വീട്ടിൽ വളർത്തുന്ന കിളികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് ഇത്. കുറച്ച് ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് കുറച്ച് തുളസിയുടെ ഇലയാണ്. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയുടെ ഇലയാണ്. ഇത് ചീരയുടെ ഇലയാണ്. ചീര ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും സാധനം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് ഞാനപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞെടുത്താൽ അവർ ഒട്ടും കളയാതെ അത് കഴിച്ചോളും, ഇല്ലേ വേസ്റ്റാക്കി കളയും. ഇത് പിന്നെ കുറച്ച് ഗോതമ്പാണ്, അത് കിളിർപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മധുരക്കിഴങ്ങിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് അവർ നല്ലപോലെ കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഒരു 3-4 ഇല എടുത്തിട്ടുണ്ട്. ഇത് എഗ് ഫുഡ് അല്ല കേട്ടോ. ഇത് നമുക്ക് ഏത് സമയത്ത് വേണേലും ബേഡ്സിന് കൊടുക്കാം. ബ്രീഡിംഗ് ടൈമിലായാലും കൊടുക്കാം, ബ്രീഡിങ് കഴിഞ്ഞാണേലും കൊടുക്കാം. ബ്രീഡിങ് കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഗ്രോത്ത് വെക്കും. അത് അവർക്ക് കൊണ്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സീഡൊക്കെ പൊളിച്ച് ഇവർ കൊണ്ട് ഫീഡ് ചെയ്യുമ്പോഴത്തേനും ടൈം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് കൊണ്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ അരിഞ്ഞിടുവാണെങ്കിൽ ഇവർ വേസ്റ്റാക്കി കളയില്ല, അവർ മുഴുവൻ കഴിച്ചോളും. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേഡ്സിന് കാൽസ്യം കുറവാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ തോടാണേലും പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കിളിർപ്പിച്ച പയറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല. ഏത് ബേഡിന് കൊടുത്താലും അവർ നല്ല രീതിക്ക് കഴിക്കുന്ന കാണാൻ പറ്റുമേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.